guys, welcome back to our channel Zoya Hirani. ഞാൻ ജീന. ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ ഒരു ചെറിയ ഫ്രണ്ടിൽ ഗാർഡൻ ഉണ്ട്. അപ്പോൾ ആ ഗാർഡനിലാണ് നിൽക്കുന്നത്. നമ്മുടെ പൂക്കളും ചെറിയ ചെറിയ ചെടികളൊക്കെ അമ്മ കൊണ്ടുവന്ന് അതിങ്ങനെ വെച്ച് ഒരു ചെറിയ ഗാർഡൻ ആക്കി മാറ്റിയേക്കുവാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നടന്ന് ഞങ്ങൾ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ ഈസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നോയമ്പൊക്കെ കഴിഞ്ഞിട്ട് ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിക്കാനുള്ള ത്വര മൂത്ത് നിൽക്കുന്ന ആ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള വീട്ടിലെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ വീട്ടിലെ അംഗങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് എൻ്റെ അനിയത്തി ജാസ്മിൻ. ഇവളിത് അങ്ങനെ ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്. ഏതിലായിരുന്നടി? ഫിഷിങ്ങിൻ്റെ നമ്മുടെ ആദ്യമായിട്ട് കുറേ കറങ്ങി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ആൾക്കാരെ ഒന്ന് പോയി പരിചയപ്പെട്ടോ അല്ലേടി. നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെയും കണ്ടിട്ട് നമുക്ക് കുക്കിങ്ങിലോട്ട് തുടങ്ങാം. എന്നാൽ നടന്നോ? പോട്ടെ. ഓ പപ്പ ഇച്ചിരി ബിസി ആയിട്ടോ. ഹായ് പപ്പ, ഇത് അങ്ങോട്ടും കൂടി ഒരു ഹായ് കൊടുത്തേക്കേ. അപ്പം നമുക്ക് പിന്നെ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ അടുക്കള നമ്മൾ കുക്കിംഗ് ചെയ്യുന്നതിന് മുന്നേ ഇവിടുത്തെ മെയിനായിട്ടുള്ള എൻ്റെ സ്പോട്ടുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വായോ. എൻ്റെ റൂമൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ മെയിൻലി വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്കിരിക്കാനുള്ള ചെറിയ സ്പേസ് ഉണ്ട്. ഇതാണ് എൻ്റെ ബാൽക്കണി സ്പേസ്. നമ്മുടെ തുണികൾ. ഇതാണ് എൻ്റെ പ്രൈവറ്റ് സ്പേസ്. ഞാൻ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമുണ്ട്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ വന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വിജനത്തിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അതൊരു പ്രത്യേക സുഖം. കുറേ നാൾക്ക് ശേഷം ഇവിടെ ഇരുന്ന് എൻ്റെ സുഖം. നെക്സ്റ്റ് എന്താ അല്ലേ, ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്. ഞാനത് ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. കൊള്ളാം. ഓക്കെ, നമുക്കങ്ങനെ നെക്സ്റ്റ് സാധനത്തിലോട്ട് പോകാം. അപ്പം നമ്മുടെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമ്മ അമ്മ ഫുൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഫുൾ സെറ്റപ്പ് ഒക്കെ ചെയ്തത് അമ്മ കേട്ടോ. അമ്മ എന്തിയേ? അമ്മേനെ പരിചയം. അമ്മ ഓടി വായോ. ആ ചൂലൊക്കെ ഇട്ടിട്ട് ഇങ്ങ് പോന്നോ. അമ്മ ഭയങ്കര എക്സൈറ്റഡാ ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള. ഞാനല്ല, അപ്പൊ ഇവള് തന്നെ കേട്ടോ, ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് മുന്നോട്ട് നീങ്ങാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എങ്ങനെയാണ് ചെയ്യാം. ഇന്നത്തെ ഷെഫ് നമ്മുടെ ജാസ്മിനാണ്. അവളാണ് ഇന്ന് മൊത്തം എനിക്ക് പറഞ്ഞു തരാൻ പോയത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് സപ്പോസ് ഓൾമോസ്റ്റ് നമ്മുടെ സാധനങ്ങൾ ഐറ്റംസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അമ്മ. ഇത് നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള എല്ല് മീറ്റ് മസാലയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചേക്കുവാണ്. ഇത് കപ്പ പൊളിച്ച് വെള്ളത്തിൽ വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വേവിച്ചു. പിന്നെ ഉള്ളി, മെയിനായിട്ടുള്ള ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ കുറേ മസാലകൾ. ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീട്ടിലെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് വെള്ളം പറ്റട്ടെ, ഞാൻ പറഞ്ഞുതരാം ഇനി കുറച്ച്. അതുപോലെ ചെയ്യാതെ എനിക്ക് കുക്കിംഗ് അറിയാതെ സഹോദര സ്നേഹം കൂടുതലാണ്. പറ്റത്തില്ല. ആര്, ഞാനാണോ ഇവളാണോ? ഞാനോ? അമ്മേ, ഞാൻ നല്ല രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുമോ അമ്മേ? എന്ന് മുതൽ? എപ്പോഴൊക്കെ മുതൽ ഞാനും അമ്മയും വെച്ചുണ്ടാക്കുന്നത് കഴിക്കുകയായിരുന്നു ആദ്യം വരെ ചേർന്നത്. അതാദ്യം കഴിഞ്ഞിട്ട് മാറിയെങ്കിൽ മാറി. ഇല്ല എടി മാറിയടി. ഞാൻ എന്ത് നല്ല കൊച്ചാന്നറിയോ. കറിവേപ്പിലി. അപ്പൊ കടുക് നാം ഇട്ടോളൂ. അമ്മയുടെ ശരി. സ്റ്റാർട്ടിങ് അത് മതി. അപ്പോൾ ആദ്യം കടുക് പൊട്ടട്ടെ. ടപ്പേ
ഞാൻ എറണാകുളത്ത് നോക്കുന്ന കരിവേപ്പില അറിയാം. പിന്നെ എറണാകുളത്ത് നീ കരിവേപ്പിലായിട്ട് കൊണ്ടുവരുന്നത് ആണോ അമ്മേ? അമ്മ സത്യം പറ. ട്രെയിൻ വഴി കൊണ്ടുവന്നതാ. ട്രെയിൻ അത് രാവിലെ 6:45 നിന്നിട്ടിട്ട് 8 മണിക്കത്തെ ട്രെയിൻ ഞങ്ങൾ ഓടുക ചെയ്തു. 8:15 ട്രെയിൻ അടുത്ത് ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളി അല്ലേ, അത് അരച്ച് വെച്ചത് കേട്ടോ. അരച്ച് വെച്ചത് അമ്മ ടിഷ് 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 അരച്ചെൻ്റെ സമയത്ത്. ഇത് ലൈറ്റ് ബ്രൗൺ കളറാണോ അമ്മേ? ആ കണ്ടോ, എനിക്കറിയാം. അത് ഏത് പൊട്ടണെന്ന് അറിയില്ല. ഒരു സാധനം എനിക്കറിയത്തുള്ളൂ. ഇനി ഉള്ളി ഇട്ടമ്മേ. ആ ഇനി തങ്കു അസിസ്റ്റന്റ് ഇട്ടോളൂ. അങ്ങനെ നമ്മള് ഉള്ളിയും ഇട്ടിട്ടുണ്ട്. പെണ്ണ് ഭയങ്കര ശല്യാണല്ലോ. ഇറങ്ങി പോടി, ഞാൻ ഞാനും അമ്മയും മാത്രമേ ചെയ്തോളാം. നമ്മൾ കുറച്ച് സവോള ഇട്ടിട്ടുള്ളൂ. ബാക്കി സവോള ഇതൊന്ന് നല്ലപോലെ വഴട്ട് ചിക്കൻ ഇട്ടതിന് ശേഷമാണ് ഇടാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത് മാസ്റ്റർ ഷെഫ്, ഇത് മിനി ഷെഫ്, അസിസ്റ്റന്റ് ഷെഫ്, ഞാൻ വെറുതെ നിന്ന് ഓരോന്ന് പറയുന്ന ഷെഫ്. ഞാൻ ഷെഫ്. അത് എവിടുത്തത്? ഇതിനി നന്നായിട്ട് വഴണ്ട് നല്ല ബ്രൗൺ കളറിലല്ലേ, ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കാണ് നെക്സ്റ്റ് സാധനങ്ങൾ, നെക്സ്റ്റ് പടി. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അമ്മയുടെ രണ്ടാമത്തെ മോളെ പറ്റി ഉറക്കെ പറയണം, നമുക്ക് ഇപ്പം കേൾക്കാം. പറഞ്ഞോളൂ അമ്മ. അവള് രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല, ബാക്കി പറ. ഒന്നും കഴിക്കാതെ കൊച്ചു ജോലി ഞങ്ങൾ പിന്നെന്താ അതുപോലെ കിടക്കണോ, പട്ടിണി കിടക്കണോ? പറ. ഡ്യൂട്ടിക്ക് പോകുന്നത്. ഞാനും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. നീ കഴിക്കാൻ പോകില്ല. കഴിക്കാതെ പോകത്തില്ല, പക്ഷെ എന്നാലും ഞാൻ കഴിക്കത്തില്ല എന്നൊരു രീതിയിൽ. കൊറോണ ആയപ്പോ കൊക്കപ്പൂഴെല്ലാം ശരിയല്ല. കൊറേ സത്യങ്ങൾ വിളിച്ചു പറയാറുണ്ട് ജനങ്ങളെ. ചേച്ചി പറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്നെ ഇവിടെ നിന്നോ. നമ്മുടെ എന്താ ഉള്ളി വരണ്ട ഒരു കുറച്ച് നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായിരുന്നു, കറിവേപ്പില ഇടാം. പെട്ടെന്ന് പേര് കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മസാലകൾ ഓരോന്നോരോന്നിടാം. മുളക് പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി, വേറെന്താ മസാല. ഇതിന് നമുക്ക് മീറ്റ് മസാല ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മയുടെ സ്പെഷ്യൽ മീറ്റ് മസാല. അമ്മയുടെ സ്പെഷ്യൽ അല്ല, ഇതിനകത്ത് ഇടുന്നത് അമ്മയുടെ സ്പെഷ്യൽ. പ്രത്യേക ടേസ്റ്റ് അത്രേ ഉള്ളൂ. ഓക്കെ, അമ്മയുടെ ഒരു കൈപ്പുണ്യത്തിൻ്റെ ഒരു ഇതാണ്. മീറ്റ് മസാല ഇടുമ്പോഴത്തേക്ക് അതിന് ടേസ്റ്റ് ഉണ്ട്, അത് ഉള്ളതാട്ടോ. അപ്പം നമ്മുടെ മെയിൻ ഐറ്റം ഈ നമ്മുടെ എല്ല് നിമിഷം വന്നേക്കുവാണ് നമ്മുടെ ചട്ടിയിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. കമോൺ, ചട്ടിയിലോട്ട് തട്ടിക്കോളൂ. നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് ഫുൾ സെറ്റാക്കണം. മസാല കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്യാസിൻ്റെ ഇത് മീഡിയത്തിലോട്ടാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ തീയിലിട്ട് ഇളക്കി ഫുൾ മിക്സ് ചെയ്ത് അത് മസാലയൊക്കെ പിടിച്ച് നമ്മുടെ എല്ല് റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ഒരാൾ മന്ദമായി നടന്നു വരുന്നു. യെസ്, എങ്ങോട്ടോ വാന്ന് നോക്കിക്കേ. ഇതാണ് എൻ്റെ ഫാദർ, നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന ഫാദർ. ഇപ്പോഴാണ് വന്നത്. കമോൺ,
പപ്പയ്ക്ക് എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും പൊടിക്കൈകൾ ചേർക്കണോ? ഏത് ഇതിൻ്റെ അകത്ത് പൊടിക്കൈകളൊന്നുമില്ല. അത് എടുത്തുനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളൊരു പൊടിക്കൈ എന്തെങ്കിലും ഉണ്ട്. അതായിട്ടില്ല. ആദ്യം ഞാൻ അത് കഴിഞ്ഞിട്ട് പപ്പയ്ക്ക് തരാം കേട്ടോ. ഓക്കെ ഓക്കെ മതി. കപ്പയൊക്കെ റെഡി ആയില്ലേ? കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ ഇനി കപ്പയുടെ സമയം കണ്ടോ? ഇതാണ് പരിപാടി. കപ്പ ആൻഡ് എല്ല് കപ്പ ബിരിയാണി ആയി അല്ലേ? നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ എന്തായിരുന്നു അമ്മേ? കപ്പ ഇനി അത് ഡയറക്റ്റ് നമ്മുടെ ഇറച്ചിക്കകത്തോട്ട് ഇടുക. ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറയണേ എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇട്ടേക്കാ ബൈട്ടോ. അപ്പൊ കപ്പ നമ്മൾ വേവിച്ചത് ഇട്ടോണ്ടിരിക്കുക. കപ്പ ബിരിയാണി കപ്പ ഇട്ടുകൊണ്ടിരിക്കുന്നു. ആരടി കാണിച്ചു തരാം. കണ്ടോ കപ്പയൊക്കെ ഇട്ട് അമ്മ നിലക്കി അവരെ കാണും. രാവിലെ ഡക്ക് കറി കൂട്ടി നിൽക്കുക. ഇവിടെ നമ്മൾ എല്ലാം ഹാപ്പി ഈസ്റ്റർ. കണ്ടോ ഇളക്കുന്ന കണ്ടോ കപ്പ. ബാബുങ്ങളെ കപ്പ ബിരിയാണി വേണോ? എന്നാ വാ വീഡിയോയിൽ കാണിച്ചു തരാം. കുഞ്ഞാണ്ടി ഹാപ്പി ഈസ്റ്റർ. കുഞ്ഞാണ്ടി ഹാപ്പി ഈസ്റ്റർ. ബാബുങ്ങളെ ഹാപ്പി ഈസ്റ്റർ. ഇത് മതിയാവോ? കരിയാപ്പിലയും കൂടി എടുത്തോണ്ട് വന്നേടി. ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ. ഇത് കപ്പ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. കാരണം അത് ഇളക്കുന്നത് മെയിനായിട്ടുള്ളൊരു സാധനം. അപ്പൊ അങ്ങോട്ട് പോയി ബാക്കിലോട്ട് പോ. പറഞ്ഞോടി. അപ്പോൾ ഇതിൻ്റെ ഇളക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഫുൾ ടേസ്റ്റും ഫുൾ കപ്പ ബിരിയാണി നമ്മുടെ ഒരു രീതിയിൽ വരത്തുള്ളൂ. അപ്പം ഇത് കുറച്ചേറെ സമയം നമ്മൾ വേവിച്ച് വെച്ച കപ്പ ആയതുകൊണ്ട് നന്നായിട്ട് ഉടയുകയും ചെയ്യണം. അപ്പോൾ അത് ഈ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അതിട്ട് നന്നായിട്ട് പിടിച്ച് ഇളക്കി ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഇറച്ചിയുടെ മസാല ഇറച്ചിയും എല്ലും മൊത്തത്തിൽ കപ്പയ്ക്കകത്തൊക്കെ പിടിച്ച് പിന്നെ സവോള തക്കാളി കൊടുക്കാൻ പോലും. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നമ്മുടെ സാധനം എടുത്തരേ. ബാക്കി ഞാൻ കഴിക്കാം. അങ്ങോട്ടപ്പാ സൂപ്പർ അടിപൊളി. ഇത് ആ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അതിൻ്റെ നെയ്യ് നമ്മുടെ എല്ലിൻ്റെ നെയ്യും നെല്ലിൻ്റെ നെയ്യും നമ്മുടെ നെയ്യും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എല്ലാം റെഡിയായി കഴിഞ്ഞു. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു. പിന്നെ എടുക്കണമെന്നുണ്ട്. ഇവര് സമ്മതിക്കാത്തതുകൊണ്ട് മുഴുവനും കഴിക്കണമെന്ന് പറഞ്ഞ ഒരാളിവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതെനിക്ക് രണ്ടാമത് എടുക്കാനായിട്ട് ആ സ്പൂണിൽ തന്ന ഒരു നേർച്ച പോലെ തന്നതാണ്. അത് ഞാൻ കഴിച്ചു. അടിപൊളിയായിട്ടുണ്ട്. അപ്പം എങ്കിലും ക്യാമറമാൻ വെള്ളം ഇറക്കി ഇരിക്കുവാണ്. കണ്ടോട് ക്യാമറമാൻ വെള്ളം ഇറക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഇത് ഫുൾ അറ്റാക്കാം. എല്ലാവർക്കും വിളമ്പി ഫുള്ളായിട്ട് കഴിച്ച് വയറ് നിറയ്ക്കാൻ പോവാം. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഫുള്ളായിട്ട് കഴിച്ച് വയറ് നിറഞ്ഞ് ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടോ. എല്ലാവരും കഴിച്ച് ഫുൾ സെറ്റപ്പായി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നേ നമ്മുടെ അമ്മയുടെ എന്റെ അമ്മണ്ടൊക്കെ കപ്പ ബിരിയാണി സൂപ്പർ ആയിരുന്നു. സമ്മതിക്കത്തില്ല ഞാനാ പറഞ്ഞേനെ. എങ്ങനെയായിരുന്നു അമ്മേ നമ്മുടെ കപ്പ ബിരിയാണി? സൂപ്പർ. എല്ലാവരും എല്ലാം അടിപൊളിയായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്ത രീതിയിൽ ഫുൾ സെറ്റപ്പ് ചെയ്യണം കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം പറഞ്ഞ് അടുക്കും ചിട്ടം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ആക്കിയെടുത്ത് സൂപ്പറായില്ലേ? അതാണ് മെയിൻ ഷെഫ് എന്ന് പറയുന്ന ആരപ്പം പറഞ്ഞാള്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഞങ്ങളെല്ലാവരും ഈക്വൽ ഷെഫ്സ് ആണ്. എല്ലാവരുടെയും കൈ. അപ്പൊ നമ്മുടെ എല്ലാവരും കഴിച്ച് ഫുൾ സെറ്റപ്പായി വയർ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോ വൈൻഡ് ചെയ്യാനുള്ള സമയമായിട്ടോ.
നടന്നിരിക്കുകയാണ്. പിന്നെ അല്ല, അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കാണണം കേട്ടോ. ഇനി എന്തെങ്കിലും കമൻസ് സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് വരുന്ന വരെ ബൈ.